തുടർ വിജയങ്ങളോടെ പാൻ ഇന്ത്യൻ സ്വീകാര്യത നേടിയ നടനാണ് അല്ലു അർജുൻ. നടൻ്റേതായി അവസാനമിറങ്ങിയ പുഷ്പ 2 സകല റെക്കോർഡുകളും തകർത്തെറിഞ്ഞാണ് തിയേറ്റർ വിട്ടത്. 1000 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ആഗോള കളക്ഷൻ. ഇപ്പോഴിതാ പുഷ്പ 2വിന് പിന്നാലെ വമ്പൻ സിനിമകളാണ് അല്ലു അർജുനെ കാത്തിരിക്കുന്നത്. നിലവിൽ അറ്റ്ലി ഒരുക്കുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയുടെ പണിപ്പുരയിലാണ് അല്ലു അർജുൻ. ചിത്രത്തിൽ 4 ഗെറ്റപ്പിലാണ് അല്ലു അർജുൻ എത്തുന്നത് എന്നാണ് വിവരം. മുത്തച്ഛൻ, അച്ഛൻ, 2 മക്കൾ എന്നിങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ കഥാപാത്രത്തെയും അല്ലു അർജുൻ അവതരിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കരിയറിൽ ഇതുവരെ ഡബിൾ റോൾ ചെയ്യാത്ത അല്ലു അർജുൻ ആദ്യമായി 4 വേഷത്തിലെത്തുകയാണ്. ആദ്യം 2 കഥാപാത്രങ്ങൾ മാത്രമാണ് അല്ലു അർജുൻ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത്. 722 എന്ന് താൽക്കാലികമായി ടൈറ്റിലിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സിനിമയുടെ ബജറ്റ് 800 കോടിക്ക് മുകളിലാകും എന്നാണ് പിങ്ക് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത്. 200 കോടി പോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ചിത്രത്തിൽ VFXന് മാത്രം 250 കോടിയിലധികം ചിലവാക്കുന്നു എന്നാണ് സൂചന. ഇതോടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകൾ ഒന്നായി മാറുമെന്നാണ് വിലയിരുത്തൽ. അല്ലു അർജുനന്റെ 22ാമത്തെ ചിത്രവും അല്ലിയുടെ 6ാമത്തെ ചിത്രമാണിത്. ഈ വമ്പൻ പ്രോജക്റ്റിന്റെ നിർമ്മാണം സൺ പിക്ചേഴ്സ് ആണ്. അല്ലി ചിത്രത്തിന് പിന്നാലെ ലോകേഷ് കനഗാടുന്ന സിനിമയിലാണ് അല്ലു അർജുൻ അഭിനയിക്കുന്നത്. ഒരു ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ അനൗൺസ്മെന്റ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വലിയ സ്വീകാര്യതയാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത്. അനിരുദ്ധിന്റെ കിടിലം മ്യൂസിക്കാണ് വീഡിയോയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത്. അനിരുദ്ധാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത്. ഒരു പക്ക ആക്ഷൻ സിനിമയായിരിക്കും ഇതെന്ന സൂചനയാണ് വീഡിയോ നൽകുന്നത്. ചിത്രം സംവിധാനം ചെയ്യുന്നതിനായി ലോകേഷിന് ലഭിക്കുന്ന പ്രതിഫലം 75 കോടിയാണെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മൈത്രി മൂവീസ് മേക്കേഴ്സാണ് ഇപ്പോൾ അല്ലു അർജുൻ ചിത്രം നിർമ്മിക്കുന്നത്. 2026 ഈ സിനിമയുടെ ഷൂട്ട് ആരംഭിക്കും. അല്ലു അർജുനും ലോകേഷും അനിരുദ്ധും ആദ്യമായി ഒരുമിക്കുന്ന സിനിമയായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം അല്ലുവിന്റെ സഹോദരൻ അല്ലു സിരീഷിന്റെ വിവാഹ ചടങ്ങിൽ സംവിധായകൻ ബേസിൽ ജോസഫ് എത്തിയത് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നവദമ്പതികൾക്കൊപ്പം അല്ലു അർജുനും ഭാര്യ സ്നേഹ റെഡ്ഡിയും ബേസിലിനൊപ്പം നിൽക്കുന്ന വീഡിയോയും ഫോട്ടോസും പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനു പിന്നാലെയാണ് അല്ലു അർജുനെ നായകനാക്കി ബേസിൽ സിനിമയൊരുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉടലെടുത്തത്. ലോകേഷ് ചിത്രത്തിന് ശേഷം അല്ലുവിന്റെ 24ാമത്തെ ചിത്രമായി ബേസിൽ ചിത്രം പുറത്തിറങ്ങിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ രൺബീർ സിംഗിനെ നായകനാക്കി ബേസിൽ ചെയ്യാൻ എന്ന ശക്തിമാനാണ് അല്ലുവിനെ നായകനാക്കി ഇപ്പോൾ അണിയറയിൽ ഇറങ്ങുന്നെന്ന സംസാരമുണ്ട്.